പേരില്ലൂർ പ്രീമിയർ ലീഗ്. ഇത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയ ഒരു മലയാളം വെബ് സീരീസ് ആണ്. പേരിലൂർ എന്ന് പറയുന്ന സ്ഥലം ഒരു ഗ്രാമം. സോ ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ കൂടെ കുറേയധികം കാര്യങ്ങൾ നടക്കുന്നു. സോ ബേസിക്കലി ആ ഒരു സ്ഥലത്ത് നടക്കുന്ന കുറേയധികം രസകരമായ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ടാണ് ഒരു പേരിലൂർ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞ സീരീസ് പോകുന്നത്. അതും ഭയങ്കര രസം തന്നെയാണ്. ഒരു കംപ്ലീറ്റ്ലി ഒരു എൻ്റർടൈനർ തന്നെയാണ് ഈ ഒരു സീരീസ്. അത് പറഞ്ഞേ പറ്റും. മൊത്തത്തിൽ ഒരു ഭയങ്കര ഒരു പ്രത്യേക വൈബ് വരുന്നുണ്ട് ഈ സീരീസ് കണ്ടതിനപ്പോൾ. അതിൻ്റെ ഫുൾ ഔട്ട്പുട്ട് നോക്കുമ്പോൾ ഒരു എസ്പെഷ്യലി ഒരു വലിയ ഗംഭീര സീരീസ് എന്ന് പറയാനില്ലെങ്കിലും ഭയങ്കര ഫണ്ണിയാണ്. ഒരു ഫണ്ണി മൂവ്മെൻറ്റ്സ് എല്ലാം കാണിച്ചുകൊണ്ടാണ് ഈ സീരീസ് മുന്നോട്ട് പോകുന്നത്. ആ സ്ഥലത്തിലെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സീരീസ് മുന്നോട്ട് പോകുന്നത്. ഓരോ ക്യാരക്ടേഴ്സിന് ഇതിനകത്ത് കൃത്യമായിട്ട് പ്ലേസ്മെൻറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ പിന്നെ വരാം. സോ ആ കാര്യങ്ങളൊക്കെ നല്ല ഇരിക്കുന്ന ഒരു ഭയങ്കര ഒരു എൻ്റർടൈൻ ആയിട്ട് നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലേക്ക് ഇത് കാണിച്ചു പോകുന്നുണ്ട്. സോ ഈ സീരീസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എന്ന് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു കാസ്റ്റ് തന്നെയാണ് കേട്ടോ. അതായത് ഒരുപാട് കാസ്റ്റ് ഉണ്ട് ഈ സീരീസിൽ, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. എസ്പെഷ്യലി ഒരു പേരിലൂ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോഴത്തേക്കും ആ സ്ഥലത്ത് ചുറ്റിപ്പറ്റി നടക്കുന്ന കുറേയധികം ക്യാരക്ടേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവല്ലോ. അപ്പോൾ ആ ഒരു ക്യാരക്ടേഴ്സൊക്കെ ഗംഭീർ തന്നെയാണ്. എസ്പെഷ്യലി സണ്ണി വെയിൻ, നിഖില വിമൽ, അജു വർഗീസ് അങ്ങനെ തുടങ്ങിയ കുറേയധികം താരങ്ങൾ ഈ സിനിമയിലുണ്ട്. സൈഡായിട്ട് വരുന്ന ഇപ്പോൾ നമ്മളെ യൂട്യൂബിൽ കാണാൻ അരുൺ പ്രദീപൊക്കെ ഇതിനകത്തുണ്ട്. സോ അങ്ങനത്തെ കുറേയധികം ക്യാരക്ടേഴ്സൊക്കെ ഇതിനകത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ ഗംഭീരമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാം. ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു സീരീസ് കൊടുത്തിട്ടുള്ളത്. അതായത് വെറുതെ വന്ന് പോകുന്ന ക്യാരക്ടേഴ്സിന് വരെ ഇതിനകത്ത് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്ന കുറേയധികം ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട് സൈഡായിട്ട് വരുന്നത്. അവർക്ക് അടക്കം ഇതിനകത്ത് ഇമ്പോർട്ടൻസ് ഈ സീരീസ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു ഗംഭീര ട്രീറ്റ് ആയിട്ട് എനിക്ക് തോന്നി. എസ്പെഷ്യലി ആ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ നമുക്ക് ഒരു സീരീസ് കഴിയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലിങ്ങനെ നിൽക്കും. ആ ഒരു സ്ഥലം നമ്മൾ ആ മനസ്സിൽ നിൽക്കുന്ന പോലെ തന്നെ ആ ഒരു ക്യാരക്ടേഴ്സും നമ്മളിങ്ങനെ മനസ്സിൽ നിൽക്കും. എസ്പെഷ്യലി എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇതിനകത്ത് അജു വർഗീസാണ്. അജു വർഗീസ് ഈ സീരീസിൽ ഭയങ്കര അധികം സ്ക്രീൻ ടൈം പറഞ്ഞ ഒരാളാണ്. അതായത് ഇടയ്ക്ക് വന്നു പോയാലായി അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. സോ ആ ഒരു ക്യാരക്ടറുടെ പേര് സൈക്കോ ബാലചന്ദ്രൻ അങ്ങനെ വിളിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഗംഭീര ക്യാരക്ടറാണ്, കിടിലൻ ക്യാരക്ടറാണ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഈ സീരീസിൽ. സോ ആ ഒരു ക്യാരക്ടറിന് വരെ ഈ ഒരു സീരീസ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മളെ മനസ്സിൽ തങ്ങുന്ന രീതിയൊക്കെയാണ് ഇതിനകത്തൊരു ക്യാരക്ടേഴ്സിൽ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത്രക്കും ഗംഭീര ക്യാരക്ടറൈസേഷനാണ് ഈ ഒരു കാണിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ എനിക്ക് ഏറ്റവും ഈ സീരീസിലെ ഏറ്റവും കൂടുതൽ പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി സീരീസിൻ്റെ കഥ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള കഥയാണ്. അത്യാവശ്യം ഒരു സിമ്പിൾ ആൻഡ് പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ്. അപ്പോൾ അത്യാവശ്യം ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു ഭയങ്കര വിളിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ജസ്റ്റ് ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കുറച്ച് സംഭവവികാസങ്ങൾ അതിൻ്റെ ഒരു ആസ്പദമാക്കിയിട്ടാണ് ഈ സീരീസിൻ്റെ കഥ പോകുന്നത്. സോ അത്ര ഒരു പ്ലെയിൻ ആയിട്ടുള്ള കഥയിൽ ഇത്രയും ഗംഭീര ക്യാരക്ടറൈസേഷൻ ഉള്ളതിനെ കൊണ്ട് തന്നെ നമുക്കൊരിക്കലും ബോറടിക്കില്ല. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാവട്ടെ അതൊക്കെ നമ്മളൊരു ഫണ്ണി മൊമെൻറ്റ്സ് ആക്കി നമുക്ക് കുറച്ച് ചിരിക്കാനും കാര്യങ്ങളിലാക്കിയിട്ടാണ് ഈ സീരീസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രക്ക് ബോറടിക്കാത്ത രീതിയിലേക്കാണ് ഇതിൻ്റെ റൈറ്റിങ്ങളെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ സീരീസ്. ഈ ഒരു സീരീസ് എനിക്ക് കുഞ്ഞിരാമായണം എന്ന് പറഞ്ഞ സീരീസിൻ്റെ ഏകദേശം ഒരു വൈബ് കിട്ടി കേട്ടോ. അതായത് കുഞ്ഞിരാമായണം എന്ന് പറഞ്ഞ സീരീസ് നോക്കിയാലും ആ ഒരു സ്ഥലത്തിൽ ആസ്പദമാക്കിയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിൽ കൂടെ സിനിമ പോകുന്നതാണ്. സോ അതേപോലെ തന്നെ ഒരു വൈബാണ് ഒരു പേരിലൂർ പ്രീമിയർ ലീഗിലേക്ക് വന്നാലും കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഏകദേശം അതേ സിമിലാരിറ്റീസും വൈബൊക്കെ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്തും വരിക. അപ്പോൾ കുഞ്ഞിരാമായണം നോക്കിയിട്ട് അതിൻ്റെ ഒരു കോമഡി സീൻസും കാര്യങ്ങളും നോക്കിയാൽ അത്രയ്ക്ക് ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള ഭയങ്കര ചിരിക്കാനുള്ള കോമഡീസൊന്നും ഈ സീരീസിൽ ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ഇങ്ങനെ ഫണ്ണി മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ലാസ്റ്റത്തെ ഒരു എപ്പിസോഡുണ്ട്, 7ാമത്തെ എപ്പിസോഡ്. ആ ഒരു എപ്പിസോഡൊക്കെ എത്തുമ്പോൾ ആ ഒരു കോമഡീൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അപ്പാടന്നെ കൂടുന്നുണ്ട്. ഇവർ ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അപ്പാടന്നെ അറിയാണ്ട് ഞാൻ ചിരിച്ചു. അങ്ങനത്തെ രീതിയിലേക്കാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. ഭയങ്കര പൊട്ടിച്ചിരിക്കുന്ന കോമഡീസും അങ്ങനെയൊന്നുമില്ല, പക്ഷെ നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു നല്ലൊരു ഫാമിലി ഡ്രാമ സീരീസ് പോലെ എനിക്ക് തോന്നി. ഇപ്പോൾ നിങ്ങൾ കുടുംബമായിട്ട് എന്തെങ്കിലും ഒരു സീരീസോ TV ഷോസ് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ സീരീസ് എന്തായാലും സജസ്റ്റ് ചെയ്യും. സോ അങ്ങനത്തെ ഒരു വൈബിലാണ് എനിക്ക് ഈ സീരീസ് തോന്നിയത്. ഞങ്ങളൊരു കുടുംബമായിട്ട് രസകരമായിട്ട് ഒരു സീരീസ് എല്ലാം കാണുമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ സീരീസ് കണ്ടു നോക്കുക. സോ സീസൺ മൊത്തമായിട്ട് എനിക്ക് ഇത്ര തന്നെയാണ് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ ഇറങ്ങി തിരിച്ച് പറയുന്നില്ല. അത് കണ്ടന്റ് എക്സ്പീരിയൻസ് ചെയ്യാം. ടോട്ടൽ 7 എപ്പിസോഡ്സാണ് ഉള്ളത്. ഓരോ എപ്പിസോഡും അരമണിക്കൂറിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഗംഭീര ക്യാരക്ടറൈസേഷൻ ഉള്ള ഒരു സീരീസ് തന്നെയാണ്. എനിക്ക് അത് ഇത്രേ പറയുള്ളൂ. ഈവൻ മൈന്യൂട്ടായിട്ട് വരുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഭയങ്കരമായിട്ടുള്ള സ്പേസ് ഡെപ്ത് കൊടുക്കുന്ന ഫീലിംഗ് നമുക്ക് തോന്നി ഈ സീരീസ് കണ്ടു കഴിഞ്ഞപ്പോൾ. സോ അതന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഫീലിംഗ് ഇപ്പം മനസ്സിലുള്ളത്. എസ്പെഷ്യലി സണ്ണി വെയിനും നിഖില വിമലൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് റോളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഈ സീരീസിൽ. സോ അവർ മാത്രമല്ലാണ്ട് ബാക്കിയെല്ലാം മൈന്യൂട്ടായിട്ടുള്ള വരുന്ന ക്യാരക്ടേഴ്സിന് പോലും പ്രോപ്പറായിട്ടുള്ള സ്പേസും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ സീരീസ് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ നല്ലൊരു പ്ലേസ്മെൻറ്റും കൊടുക്കുന്നതിനെ കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഫീലിംഗ് ഈ സീരീസ് തരും. സോ എത്ര തന്നെ ഈ സീസൺ പറ്റി പറയാനുള്ളത്. കണ്ടിട്ട് അത് എന്തായാലും ഒന്ന് കണ്ടുനോക്കുക. ആകെ 7 എപ്പിസോഡ്സേ ഉള്ളൂ. സോ അത്യാവശ്യം നല്ല എൻ്റർടൈനായിട്ട് എനിക്ക് ഈ സീരീസ് തോന്നി. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.